നമഃ. ഓം തരുണ്യൈ നമഃ. ഓം തമോഹന്ത്രേ നമഃ. ഓം മംഗളായ നമഃ. ഓം മംഗളായനായ നമഃ. ഓം മധുകൈടവമഹന്യൈ നമഃ. ഓം ശുംഭാസുരവിനാശിന്യൈ നമഃ. ഓം നിശുംഭാധികരായ നമഃ. ഓം മാത്രേ നമഃ. ഓം ഹരിശങ്കരപൂജിതായ നമഃ. ഓം സർവദേവമയീ നമഃ. ഓം സർവായ നമഃ. ഓം ശരണാഗതപാലിന്യൈ നമഃ. ഓം ശരണ്യായ നമഃ. ഓം ശംഭുവനിതായ നമഃ. ഓം സിന്ധൂതീരനിവാസിന്യൈ നമഃ. ഓം ഗന്ധർവഗാനരസികായ നമഃ. ഓം ഗീരായ നമഃ. ഓം ഗോവിന്ദവല്ലഭായ നമഃ. ഓം ത്രൈലോക്യപാലിന്യൈ നമഃ. ഓം നക്തരൂപായ നമഃ. ഓം നാരണ്യപൂരിതായ നമഃ. ഓം ചന്ദ്രാവല്യൈ നമഃ. ഓം ചന്ദ്രമുഖ്യൈ നമഃ. ഓം ചന്ദ്രികായ നമഃ. ഓം ചന്ദ്രപൂജിതായ നമഃ. ഓം ചന്ദ്രായ നമഃ. ഓം ശശാങ്കഭഗിന്യൈ നമഃ. ഓം നീലവാദ്യപരായണായ നമഃ. ഓം സൃഷ്ടിരൂപായ നമഃ. ഓം സൃഷ്ടികരേ നമഃ. ഓം സൃഷ്ടിസംഹാരകാരിണ്യേ നമഃ. ഓം മഹാലക്ഷ്മ്യൈ നമഃ. ഒരു പുഷ്പം എടുത്തുകൊണ്ട് പിടിച്ച് ഈ സർവൈശ്വര്യ പൂജ ഇവിടെ നടത്താനുള്ള അവസരം ലഭിച്ചത് ഈ സപ്താഹയജ്ഞം നടത്തിയതുകൊണ്ടാണ്. ഈ സപ്താഹയജ്ഞം നടത്തുവാൻ മുൻകൈയെടുത്ത ഇതിന്റെ എല്ലാ പ്രവർത്തകർക്കും ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ആൾക്കാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും സർവവിധ ഈശ്വരാനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കും. ആ പുഷ്പം സമർപ്പിക്കും. ഒരു പുഷ്പമെടുത്തുള്ളൂ. നമ്മുടെ അച്ഛനമ്മമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവര് മൺമറഞ്ഞു പോയിട്ടില്ലെങ്കിൽ പ്രാർത്ഥിക്കാവുള്ളൂ. മൺമറഞ്ഞവർക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കരുത്. ഇപ്പൊ ജീവിച്ചിരിക്കുകയാണ് അച്ഛനമ്മയെങ്കിൽ അവരുടെ ദീർഘായുസിന് വേണ്ടി അവരിനിയുള്ള ശിഷ്ടജീവിതം നയിക്കുന്ന അതേ സമയം അതുവരെ ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുക. സമർപ്പിക്കുക. ഒരു പുഷ്പെടുത്തോട് പിടിക്കുക. നിങ്ങളുടെ ആരെങ്കിലും സുഹൃത്തോ ബന്ധുക്കളോ വീട്ടിലുള്ളവരോ രോഗാവസ്ഥയിൽ നിങ്ങളുടെ അറിവിൽ വീട്ടിലോ ആശുപത്രിയിലോ കിടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. സമർപ്പിക്കുക. സാധാരണ സർവൈശ്വര്യ പൂജ വരുമ്പോൾ ആരെങ്കിലുമൊക്കെ വന്ന് നമ്മളോട് പറയും, ഞങ്ങളുടെ അച്ഛൻ അല്ലെ ഞങ്ങളുടെ ചേട്ടൻ അല്ലെ ഭർത്താവ് അല്ലെ ഭാര്യ മക്കൾ അസുഖമായിട്ടിരിക്കുകയാണ് എന്ന് അറിയിക്കും. ഇത് അങ്ങനെ ഞാൻ അറിഞ്ഞത് ഒരാളേ ഉള്ളൂ. ബാക്കി ആരെയും പറയാത്തതാണോ അങ്ങനെ ഒരു പരിപാടി ഇല്ലെന്ന് ഓർത്തിട്ടാണോ എന്നെനിക്കറിയില്ല. എന്തായാലും അറിഞ്ഞ ആളിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ഒരു പുഷ്പം എടുത്തെടുത്ത് പിടിക്കും. ബാക്കിയുള്ള മുഴുവൻ ആൾക്കാരും ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ആ കാര്യം. കാർത്തിക നക്ഷത്രത്തിലുള്ള സുഭാഷ് എന്ന നമ്മുടെ ഇവിടുത്തെ ഒരു പഴയ പ്രവർത്തകരുണ്ട്. അദ്ദേഹം 24 മണിക്കൂറും ഈ ക്ഷേത്രത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നയാളാണ്. ഇപ്പോൾ ഒരു ചെറിയ മനോവിഷമം കുടുംബത്തിനുണ്ടാക്കിയിരിക്കുകയാണ്. ചെറിയൊരു രോഗാവസ്ഥയിലാണ്. ആ അസുഖം മാറുന്നതിന് വേണ്ടി നമ്മളെല്ലാവരും
ആത്മാർത്ഥമായിട്ട് സുഭാഷിന് വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കുക. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച സുഭാഷിന്റെ രോഗം മാറുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ധന്വന്തരിമൂർത്തിയോട് പ്രാർത്ഥിക്കുക. ധന്വന്തരിമൂർത്തി മഹാവിഷ്ണു തന്നെയാണ്. ഭഗവാനെ എത്രയും പെട്ടെന്ന് ആ അസുഖം ഒന്ന് മാറ്റി ആ കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാകുന്നു, ആ കുടുംബത്തിലെ മുഴുവൻ ദുഃഖത്തിൽ നിന്ന് കരകയറ്റം പ്രാർത്ഥിക്കും. നന്നായിട്ട് പ്രാർത്ഥിച്ചു. സുഭാഷിനെ അറിയുന്നവരായിരിക്കും പലരും.